ഹലോ ട്രേഡേഴ്സ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്താണ് കൺസെപ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് എങ്ങനെ വർക്ക് ആവുന്ന അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. അത് മാർക്കറ്റിൽ നമ്മൾ ചാർട്ടിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അതെങ്ങനെയാണ് വർക്ക് ആവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മാർക്കറ്റിൽ നമുക്കറിയാൻ പറ്റും, മാർക്കറ്റിൽ എപ്പോഴും ക്യാൻഡിൽ സ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ട് ഗ്രാഫായിരിക്കും മൂവ് ചെയ്യുന്നത്. സോ ഈ ഒരു ഗ്രാഫിന് ബേസ് ചെയ്ത് മാർക്കറ്റിൽ സപ്ലൈ ആണോ ഡിമാൻഡ് ആണോ ഹൈ ആയിട്ടുള്ളത് എന്നൊരു കണ്ടീഷൻസ് മാർക്കറ്റിൽ അനലൈസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സപ്ലൈ ഉള്ള ലെവൽ, അതായത് ഒരു മാർക്കറ്റിൻ്റെ ഒരു പ്രീമിയം പ്രൈസ് മാർക്കറ്റ് റീച്ച് ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരും പർച്ചേസ് ചെയ്യില്ല. കാരണം ഇപ്പോൾ ഒരു രൂപ ഉള്ള സാധനം ഒരു ഷെയറിൻ്റെ വാല്യൂ 1 റുപ്പി അല്ലെങ്കിൽ ഒരു 2 റുപ്പി ആണെന്ന് വിചാരിക്കാം. 2 റുപ്പി ഉള്ള ഒരു ഷെയർ ഒരു 10 റുപ്പിയിലേക്ക് പമ്പ് ചെയ്ത് നിൽക്കുകയാണ്. സോ 10 റുപ്പിയിൽ പമ്പ് ചെയ്ത് നിൽക്കുമ്പോൾ 2 റുപ്പിയിൽ വാങ്ങിയ ആൾക്കാർക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. 2 റുപ്പിയിൽ വാങ്ങിയ ആളുകൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ആ 10 റുപ്പി റീച്ച് ചെയ്യുമ്പോൾ സെൽ ഔട്ട് ചെയ്ത് കളയും. കാരണം അവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബൈ ക്ലോസ് ചെയ്ത് കളയും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ആ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഒരു 10 റുപ്പിന്ന് മാർക്കറ്റിൽ വീണ്ടും ഡിപ്പ് ചെയ്യാനും താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പോൾ ആളുകൾ എപ്പോഴും എന്ത് ചെയ്യുക, പ്രീമിയം പ്രൈസിൽ, അതായത് മാർക്കറ്റിൻ്റെ ഹയസ്റ്റ് പ്രൈസിലേക്ക് ആരും പർച്ചേസ് ചെയ്യില്ല. അവിടെ നിന്നായിരിക്കും സെല്ലിംഗ് ആയിരിക്കും നടക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ചാർട്ട് വൈസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻസിലേക്ക് ഇപ്പോൾ ഒരു മാർക്കറ്റ് മൂവ് ചെയ്യുന്ന കണ്ടീഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഇതാ ഒരു സപ്ലൈ, അതായത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാർക്കറ്റിൻ്റെ ഒരു പ്രീമിയം പ്രൈസിനെ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ ഏറ്റവും കൂടിയ പ്രൈസ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻ്റ് ആയിരിക്കും പ്രൈസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിനെ ഏരിയനെ നമ്മളൊരു സപ്ലൈ സോൺ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ഏരിയ എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ താഴേക്കുള്ള പ്രൈസിങ്, അതായത് താഴേക്ക് പറഞ്ഞ് കുറഞ്ഞ പ്രൈസാണ്. മാർക്കറ്റിൻ്റെ ഡൗൺ വർത്ത് ആയിട്ടുള്ള പ്രൈസിലേക്ക് വരുമ്പോൾ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡൻസീസ് മാർക്കറ്റിൽ എന്തെങ്കിലും കൂടുതലായിരിക്കും. സോ ഈ ഒരു പ്രൈസിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് പ്രൈസ് അല്ലെങ്കിൽ ഡിമാൻഡ് ഏരിയ എന്ന് പറയും. ഇപ്പോൾ മാർക്കറ്റ് എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, മാർക്കറ്റ് ഇങ്ങനെ ഒരു താഴെ നിന്ന് നല്ല രീതിയിൽ പമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്കറ്റ് പ്രൈസിൽ റീച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റ് ചെയ്ത ആളുകളൊക്കെ എന്ത് ചെയ്യും, സെല്ല് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. കാരണം എന്ത് ചെയ്യും, താഴെ നിന്ന് പർച്ചേസ് ചെയ്ത ആളുകളുടെ പ്രോഫിറ്റാണ് ഇവിടെ വരെ ഉള്ളത്. സോ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യും, മാർക്കറ്റിൽ സെല്ല് ചെയ്യും. സോ മാർക്കറ്റ് എന്ത് ചെയ്യും, താഴേക്ക് വരാനുള്ള ചാൻസസ് ആയിരിക്കും. സോ ഇങ്ങനെ വരും കണ്ടീഷനിൽ വരുമ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ പ്രൈസ് ഹയസ്റ്റ് പ്രൈസായി, അതായത് ഒരു പ്രീമിയം പ്രൈസ് എന്നുള്ള കൺസിഡറേഷനിലായിരിക്കും ഈ ഒരു പ്രൈസിങ് അടക്കം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും താഴെ നിന്നാണ് മാർക്കറ്റ് ഇവിടെ വരെ പോകുന്നത്. സ്വാഭാവികമായിട്ട് താഴേക്ക് വരുമ്പോൾ ഇതുവരെ താഴേക്ക് വരുന്നുള്ള അസംഷൻ ആളുകൾക്ക് ഉണ്ടാവില്ല. ഓൾറെഡി ഇത്രയും മാർക്കറ്റ് പോയതല്ല, അപ്പോൾ ഇനി മാർക്കറ്റ് ഇനിയും പമ്പ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണെന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റിൽ എല്ലാവർക്കും ഉണ്ടാവും. ആ ഒരു മൈൻഡ് സെറ്റിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, താഴേക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് കിട്ടുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ ഡിസ്കൗണ്ട് പ്രൈസിൽ ആളുകൾ എന്ത് ചെയ്യും, ബൈയിങ് സ്റ്റാർട്ട് ചെയ്യും. സോ വീണ്ടും എന്ത് ചെയ്യും, മാർക്കറ്റ് പമ്പ് ചെയ്യും, എഗെയിൻ സ്വിങ് ഹൈ, അതായത് മാർക്കറ്റിൽ പ്രീവിയസ്ലി ഉണ്ടായ സ്വിങ് ഹൈ അല്ലെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടായ പ്രൈസ് ഹൈക്കിലേക്ക്, ആ ഒരു പ്രൈസിലേക്ക് മാർക്കറ്റിലേക്ക് റീച്ച് ചെയ്യുമ്പോഴേക്കും കുറേ ആളുകൾ അവിടെ നിന്ന് സെല്ല് ചെയ്യും, ചില ആളുകൾ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യും. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്ത ആളുകൾ എന്ത് ചെയ്യും, ഈ ഒരു പ്രൈസിലേക്ക് എത്തുമ്പോഴേക്കും സെല്ല് ചെയ്യും. മാർക്കറ്റിൽ വീണ്ടും ഡിമാൻഡ് ചെയ്യും കുറയും. കാരണം അത് മാർക്കറ്റിൻ്റെ ബൈ ചെയ്ത് ഒരു എക്സ്ട്രീം പർട്ടിക്കുലർ ഏരിയ ആയിട്ട് റീച്ച് ചെയ്ത കണ്ടീഷനാണ്. സോ അവിടെ നിന്ന് വീണ്ടും ആളുകൾ എന്ത് ചെയ്യും, സെല്ല് ചെയ്യുമ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യും, താഴേക്ക് വീണ്ടും വരും. സോ ഇതെന്ത് ചെയ്യും, മുന്നേ റീച്ച് ചെയ്ത പ്രൈസിങ് ആണ്. അവിടെ ആളുകൾക്ക് എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്താണ്. അതേപോലെ നോക്കുകയാണെങ്കിൽ പ്രീവിയസ്ലി മാർക്കറ്റിൽ ഉണ്ടായിട്ട് ഹൈ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വീണ്ടും പർച്ചേസ് ചെയ്താലും മാർക്കറ്റ് അവിടെ വരെ പോകും എന്നൊരു ടെൻഡൻസിയിൽ ആളുകൾ എന്ത് ചെയ്യും, എഗെയിൻ ഈ പർച്ചേസ് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ ഏരിയ റീച്ച് ചെയ്യുമ്പോൾ ബൈ ചെയ്യാനായിട്ട് പോകും. അപ്പോൾ ഒബിയസ്ലി ഇവിടുന്ന് ബൈ ചെയ്ത ആളുകൾ, ചില ആളുകൾ ഹോൾഡിംഗ് എന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ചില ആളുകൾ എന്തെങ്കിലും ട്രേഡ്സ് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പർച്ചേസ് ചെയ്തൊരു പൊസിഷൻസ് ഹോൾഡിംഗ് ഉണ്ടാവും. ഇവിടെ നിന്നും പർച്ചേസ് ചെയ്ത ആളുകളുടെ ഹോൾഡിംഗ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വീണ്ടും പുതിയ ആളുകളും പർച്ചേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്ത് ഇവിടെ നിന്ന് സെല്ല് ചെയ്ത ആൾക്കാരുടെ പ്രോഫിറ്റ് ചെയ്യും, ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ഇവിടെ സെല്ല് ചെയ്ത ആൾക്കാരുടെ പ്രോഫിറ്റ്. സോ അവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ് നടത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് റീച്ച് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾ അഗെയിൻ പർച്ചേസ് ചെയ്യാനും, അതുപോലെ ന്യൂലി എൻ്റർ ചെയ്യുന്ന ആളുകൾ വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡൻസീസ് മാർക്കറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പർട്ടിക്കുലർ ഏരിയ ആയിട്ട് ഇത് വർക്കാവും. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിങ്ങിനെ നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറയും. അതായത് പർച്ചേസിങ് ടെൻഡൻസി കൂട്ടുന്ന, അല്ലെങ്കിൽ പർച്ചേസിങ് വില്ലിങ്നെസ് കൂട്ടുന്ന ഈ ഒരു പർട്ടിക്കുലർ ഏരിയനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിസ്കൗണ്ട് ഏരിയ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഏരിയ എന്ന് പറയും. ഈ ഒരു ഏരിയ നിന്നായിരിക്കും ആളുകൾ കൂടുതൽ പർച്ചേസ് ചെയ്യും. വോളിയൂം ഓഫ് പർച്ചേസ് കമ്പാരിറ്റീവ്ലി ഹൈ ആകുമ്പോൾ, അതായത് മാർക്കറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബയേഴ്സിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബൈ ചെയ്യുന്ന വോളിയം ക്വാണ്ടിറ്റി കൂടുതലാകുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ സ്വിങ് ഹൈ അല്ലെങ്കിൽ ഈ ഒരു പ്രീമിയം ലെവലിനെ, അതായത് ലാസ്റ്റ് ഉണ്ടായ പ്രൈസിനെ ഹൈക്കിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും നല്ല രീതിയിലേക്ക് പ്രൈസ് ഹൈക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു പ്രീവിയസ്ലി ഉണ്ടായ പ്രീമിയം പ്രൈസിനെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു പ്രീമിയം പ്രൈസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പ്രീമിയം പ്രൈസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ബൈ ചെയ്യാനായിട്ട് ടെൻഡൻസി ഉണ്ടാവും. കാരണം അതൊരു വീണ്ടും നല്ലൊരു ഹൈ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒബിയസ്ലി അത് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്ത് ചെയ്യും, വീണ്ടും പർച്ചേസ് ചെയ്യാമെന്നൊരു മൈൻഡ് സെറ്റ് ആളുകളിലേക്ക് ഉണ്ടാവും. സോ ആളുകൾ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. മാർക്കറ്റ് ഒന്ന് തിരിച്ച് വരുമ്പോൾ മേ ബി ഇവിടെ വരുമ്പോൾ ബൈ പർച്ചേസിങ് കൂടുതലാവും. ഇല്ല, ഇതിന് താഴേക്കും വരാട്ടോ, ഇല്ലെന്നില്ല.
പക്ഷേ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുക, ഇപ്പോൾ താഴേക്ക് വരുന്ന കണ്ടീഷൻ ഞാൻ ഇൻ ഫ്യൂച്ചറിൽ ഞാൻ പറഞ്ഞുതരാം. ഇൻ കേസ് ഈ ഒരു പർച്ചേസിങ്, ഐ മീൻ ഈ ഒരു പർട്ടിക്കുലർ പ്രീവിയസ് ലെവലിലോട്ട് വരികയാണെങ്കിൽ, അതായത് പ്രീവിയസ്ലി ഉണ്ടായ ഹൈയിലേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിലും ആളുകൾക്ക് ബൈ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. കാരണം എന്താണ്, ഇത് കഴിഞ്ഞ് പുതിയൊരു പ്രീമിയം പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സോ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രീമിയത്തിന് വാല്യൂ ഇല്ല. ആ ഒരു പ്രീമിയം മേ ബി ഇൻ ഫ്യൂച്ചറിൽ ഡിസ്കൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യാം. അതായത് ഈ ഒരു പ്രൈസിങ്ങിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ വീണ്ടും ആളുകൾ എന്ത് ചെയ്യും, ബൈ ചെയ്യാനുള്ള ടെൻഡൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ആളുകൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും. അവിടെ നിന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, എഗെയിൻ പമ്പ് ചെയ്ത് മേലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം അപ്പോൾ എന്താണ് കണ്ടീഷൻ വർക്കായെന്ന് വെച്ചാൽ ഈ ഒരു സ്വിംഗ് ലോകളിൽ നിന്നായിരിക്കും നമ്മളെപ്പോഴും പർച്ചേസ് ചെയ്യുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, മാർക്കറ്റ് ലോ പ്രൈസിലേക്ക് വരുമ്പോഴേക്കും ആളുകൾക്ക് എന്ത് ചെയ്യും, ബൈ ചെയ്യാനായിട്ട് ടെൻഡൻസി കൂടുതൽ. അപ്പോൾ മൾട്ടിപ്പിൾ പ്രൈസിങ്, അതായത് ഒരേ പ്രൈസിങ്ങിലേക്ക് തന്നെ മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈംസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് വന്നിട്ട്, അതായത് ഒരു ലെവൽ ഓഫ് പ്രൈസ് വന്നിട്ട് മൾട്ടിപ്പിൾ ടൈംസ് ഒരു പ്രൈസിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്ലൈ ഏരിയ, അതായത് ഒരു സെല്ലിംഗ് ഏരിയ ആയിട്ടും നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ഇൻ കേസ് ആ ഒരു സെല്ലിംഗ് ഏരിയ ക്രോസ് ഓവർ ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ബ്രേക്ക് ഔട്ട് നടത്തുകയാണെങ്കിൽ ആ ഒരു പ്രൈസിങ്ങിലായിട്ട് വീണ്ടും മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ബൈ ചെയ്യാനുള്ള ആളുകളുടെ ടെൻഡൻസി ഉണ്ടാവും. സോ അവിടെ നിന്ന് പർച്ചേസിങ് നടത്താനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സപ്ലൈ ലെവൽ അല്ലെങ്കിൽ ഒരു പ്രീമിയം ലെവൽ വന്നിട്ട് പിന്നീട് ഡിസ്കൗണ്ട് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് പുതിയ പ്രീമിയം എന്ന് പറയുന്നത് ഇതാണ്. അതായത് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തതായിരിക്കും നിങ്ങൾക്ക് വരുന്ന പ്രീമിയം പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ന്യൂ പ്രീമിയം പ്രൈസ് എന്ത് ചെയ്ത് അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രീവിയസ്ലി ഉണ്ടായ പ്രീമിയം പ്രൈസസ് ആയിരുന്നു ഈ രണ്ട് സ്വിംഗ് ഹൈകളും. അതായത് മാർക്കറ്റിനെ പോയിന്റ് ചെയ്തിരിക്കുന്ന മുകളിലേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തിനാണ് സ്വിംഗ് ഹൈസ് എന്ന് പറയുക. അതിന് ഞാൻ എന്ത് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, SWH എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, SWL എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നത് എപ്പോഴും ഹൈ പ്രൈസിൽ നിന്നായിരിക്കും. അതായത് പ്രൈസ് കൂടി നിൽക്കുമ്പോഴായിരിക്കും സെല്ല് ചെയ്യുന്നത്. സോ സ്വിംഗ് ഹൈകളിൽ നിന്നായിരിക്കണം നമ്മളെപ്പോഴും സെല്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ മാർക്കറ്റിൻ്റെ സ്വിംഗ് ലോകളിൽ, അതായത് മാർക്കറ്റ് ഡിസ്കൗണ്ട് പ്രൈസിൽ വന്നിരിക്കുന്ന ഈ ഒരു കണ്ടീഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിൻറ്റഡ് ആയിരിക്കുന്ന പ്രൈസിങ്ങിനെ, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്നായിരിക്കണം, സ്വിംഗ് ലോകളിൽ നിന്നായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ബൈ ചെയ്യേണ്ടത്. സോ ഇതൊരു പുതിയ, അതായത് ന്യൂ ആയിട്ടുള്ളൊരു ന്യൂ പ്രീമിയം പ്രൈസ് ആണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ആളുകൾ എന്ത് ചെയ്യും, സെല്ലേ ചെയ്യുള്ളൂ, ഒരിക്കലും ഇവിടെ നിന്ന് ബൈ ചെയ്യില്ല. അതായത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് ഓടിപ്പോകുന്ന മാർക്കറ്റിലേക്ക് ഇമ്മീഡിയറ്റ്ലി എൻ്റർ ചെയ്തിട്ട് ബൈ ചെയ്യരുത്. ദെൻ വെയിറ്റ് ചെയ്യുക, അതിൻ്റെ റീടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു ഡിസ്കൗണ്ട് പ്രൈസ് ഉണ്ടാകുമ്പോഴായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ചെയ്യേണ്ടത്. സോ എപ്പോഴും മാർക്കറ്റ് ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്നായിരിക്കണം ബൈ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പ്രീമിയം പ്രൈസിൽ നിന്നായിരിക്കണം നിങ്ങൾ സെല് ചെയ്യേണ്ടത്. ഒരിക്കലും പ്രീമിയത്തിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് ബൈ ചെയ്യരുത്. അതായത് മാർക്കറ്റ് സഡൻലി അപ്പ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരിക്കലും ബൈ ചെയ്യരുത്. അതിനൊരു കറപ്ഷൻ അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ദെൻ ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ പൊസിഷൻസ്, ഐ മീൻ പ്രോഫിറ്റ് കൂടുതൽ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് നിങ്ങൾ മെയിനായിട്ട് എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യേണ്ടത്. സോ എപ്പോഴും ഈ പോയിൻറ്റഡ് ആയിട്ട് വരുന്നത്, താഴേക്ക് പോയിൻറ്റഡ് ആയിട്ട് ഭാഗത്തിന് സ്വിംഗ് ലോ എന്നും മുകളിലേക്ക് പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഭാഗത്തിന് സ്വിംഗ് ഹൈസ് എന്നും പറയുന്നു. എപ്പോഴും സ്വിംഗ് ലോകളിൽ നിന്ന് ബൈ ചെയ്യാനും സ്വിംഗ് ഹൈകളിലും സെല്ല് ചെയ്യാനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ താഴേക്ക് വരുന്നൊരു കണ്ടീഷൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം ഇൻ ഫ്യൂച്ചറിൽ. ഈ ഒരു കണ്ടീഷനിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇതൊരു മാർക്കറ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതാ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത സ്വിംഗ് ഹൈ ആയിരുന്നു. മാർക്കറ്റ് എന്താ നടന്നിരിക്കുന്നത് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ അഗെയിൻ മാർക്കറ്റ് റീച്ച് ചെയ്തപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്ത് ആളുകൾ സെല്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്തത്. അതേപോലെ ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു സപ്പോർട്ടിംഗ് സോണാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ഏരിയ ആണ്. അതായത് കുറഞ്ഞ പ്രൈസാണ്. ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ നിന്ന് ആളുകൾ ബൈ ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് കയറിപ്പോയിട്ടുണ്ട്. വീണ്ടും ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ നിന്ന് ആളുകൾ ബൈ ചെയ്തിട്ട് കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റീച്ച് ചെയ്തിട്ടില്ല. ദെൻ മാർക്കറ്റ് താഴേക്കാണ് വന്നത്. പക്ഷേ ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റിൻ്റെ മെയിൻ ട്രെൻഡ്, അല്ലെങ്കിൽ മേജർ ട്രെൻഡ് ഡൗണിലേക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ സെല്ലേഴ്സാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഡിസ്കൗണ്ട് പ്രൈസിനെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇറങ്ങി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ബ്രേക്കൗട്ട് ചെയ്ത് താഴേക്കൊക്കെ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും. സോ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് സ്വിംഗ് ലോ, മാർക്കറ്റ് ഷാർപ്പൻ ചെയ്തിരിക്കുന്ന ഡൗൺ ലെവലിലുള്ള ഈ ഒരു ലോയിൽ നിന്നായിരിക്കണം പർച്ചേസിങ് നടക്കേണ്ടത്. അതിൽ ഷാർപ്പൻ ചെയ്ത് മുകളിലേക്ക് നിൽക്കുന്ന ഈ ഒരു ഹൈ ലെവലിൽ നിന്നായിരിക്കും നിങ്ങൾ സെല് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ കേസ് ഒരു ഫ്യൂച്ചറിൽ നമുക്ക് റീടെസ്റ്റ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ട് സോൺ, അതായത് നമ്മൾ പറഞ്ഞു ഈ ലോ ക്രിയേറ്റ് ചെയ്തതിന് ഭാഗം ഡിസ്കൗണ്ട് സോൺ അല്ലെങ്കിൽ ബൈയിങ് സോൺ വന്നിട്ട് എന്താണ് ഈ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി. അപ്പോൾ ഈ ഒരു ബൈയിങ് സോൺ ഇനി എന്താകാനുള്ള ചാൻസാണ്, പുതിയ, അതായത് നേരത്തെ ബൈയിങ് കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്, പുതിയ പ്രീമിയം പ്രൈസ് ഉണ്ടായി. സോ പർച്ചേസിങ് നടത്തേണ്ടത് ഈ ഒരു ഡിസ്കൗണ്ടിൽ നിന്നായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പുതിയതായിട്ടുണ്ടായത്, പുതിയ ഡിസ്കൗണ്ട് പ്രൈസാണ് ഉണ്ടായത്. ഓക്കെ,
ഇതായിരുന്നു ഡിസ്കൗണ്ട് പ്രൈസ്. ഏറ്റവും വില കുറഞ്ഞത് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതൊരു പുതിയ ഡിസ്കൗണ്ട് പ്രൈസ് ആണ് ഉണ്ടായത്. സോ റീടെസ്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സെല്ല് ചെയ്യേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ എന്നായിരിക്കും. ഇത് ചാർട്ടിലോട്ട് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞുതരാം. നോർമലി സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന കണ്ടീഷനിൽ എപ്പോഴും സ്വിംഗ് ലോകളിൽ നിന്ന് ബൈ ചെയ്യാനും സ്വിംഗ് ഹൈകളിൽ നിന്ന് സെല്ല് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഒരിക്കലും നമ്മൾ സെല്ല് ചെയ്യരുത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ബൈ കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഒരു റീടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. കാരണം ഇതെന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് പ്രൈസ് ആണ്, ഇത് ഡിസ്കൗണ്ട് പ്രൈസ് ആണ്, ഇത് ഡിസ്കൗണ്ട് പ്രൈസ് ആണ്, ഇത് പ്രീമിയം പ്രൈസ് ആണ്, ഇത് പ്രീമിയം പ്രൈസ് ആണ്, ഇത് പ്രീമിയം പ്രൈസ് ആണ്. എപ്പോഴും പ്രീമിയം പ്രൈസിൽ നിന്ന് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സപ്ലൈ ഏരിയ എന്നായിരിക്കണം നിങ്ങൾ സെല്ല് ചെയ്യേണ്ടത്. എപ്പോഴും ഡൗണിലേക്ക് നിൽക്കുന്ന കുറഞ്ഞ പൈസക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്നായിരിക്കണം എപ്പോഴും നിങ്ങൾ ബൈ ചെയ്യേണ്ടത്. സോ ഇതിനെ പോലുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ വീണ്ടും വേരിയൻസ് ഉണ്ട്, വേറെ കണ്ടീഷൻസിൽ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ ഇൻ ഫ്യൂച്ചറിൽ നെക്സ്റ്റ് വീഡിയോസിലും കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം. സോ ഇതൊന്ന് നിങ്ങൾ റെഫർ ചെയ്യുക, പ്രോപ്പർലി നിങ്ങൾക്ക് പഠിക്കാനും വേണ്ടിയിട്ട് കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.